നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ മലേഷ്യ സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മലേഷ്യയിലെ ലങ്കാവി എന്ന് പറഞ്ഞൊരു ഐലൻഡിൻ്റെ കഥകളാണ് കഴിഞ്ഞ എപ്പിസോഡ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്തവണത്തെ വീഡിയോയും ലങ്കാവിനെ പറ്റി തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ പബ്ലിഷ് ചെയ്ത മലേഷ്യ സീരീസിലെ ടൂറുകളെല്ലാം ഫാമിലിയുടെ ഒപ്പം ഇറങ്ങി. ഇത്തവണത്തെ ടൂറിനൊരു വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഫാമിലിയായിട്ട് വന്ന ടൂറിൽ 2 ദിവസം ഞങ്ങൾ ഐലൻഡ് ടൂറിലൊക്കെ പ്ലാൻ ചെയ്താണ് വന്നതെങ്കിലും മകൻ നിർബന്ധിച്ചായിരുന്നു ഇവിടുത്തെ വൈൽഡ് ലൈഫ് പാർക്കിലേക്ക് ഒരു ദിവസം വരേണ്ടി വന്നു. ഇപ്പം ഞാനിവിടെ പബ്ലിഷ് ചെയ്യണ വീഡിയോ ഞങ്ങൾ സുഹൃത്തുക്കളായിട്ട് പിന്നീട് വന്നൊരു ടൂറിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ. ലങ്കാവി ഐലൻഡിൽ നിന്നുള്ളൊരു ഹാഫ് ഡേ ടൂറിനാണ് ഞങ്ങളിന്ന് പോണത്. ഇതൊരു ഗ്രൂപ്പ് ടൂറിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഞങ്ങളെ കൂടാതെ വേറെയും ഗസ്റ്റുകൾ ഈ ബോട്ടിലുണ്ട്. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പിംഗ് പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത്. ഈ കാണുന്ന ജെട്ടിയിലേക്കാണ് നമ്മുടെ ബോട്ട് അടുപ്പിക്കാൻ പോണത്. ദയാങ് പുണ്ടിങ് എന്നാണ് ഈ സ്ഥലം ഒഫീഷ്യലി അറിയപ്പെടുന്നത്. ഈ ദയാങ് പുണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻറ്റ് മെയ്ഡൻ എന്നാണ് അർത്ഥം. ഈ മലയുടെ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീ കിടക്കണത് പോലെയുള്ളൊരു രൂപം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടായിരിക്കും ഈ സ്ഥലം ലേഡി ഓഫ് ദി പ്രഗ്നൻറ്റ് മെയ്ഡൻ എന്നറിയപ്പെടുന്നതും. ഈ കാണുന്ന മലയിലേക്ക് എത്തിച്ചേരുന്ന ജെട്ടിയിലാണ് ഞങ്ങളിപ്പോൾ ബോട്ടിന് കൊണ്ടുവന്ന് ഇറക്കിയേക്കുന്നത്. കടലിലുള്ള ഈ മലയുടെ അകത്തൊരു ശുദ്ധജല തടാകമുണ്ട്. ഈ തടാകമാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ. ലങ്കാവിയിലുള്ള 3 ജിയോ പാർക്കുകളിൽ ഒന്നാണ് ഈ ഒരു ഏരിയ. ജെട്ടിയിൽ നിന്ന് ഈ ഒരു നടപ്പാതയും കഴിഞ്ഞ് വേണം നമ്മൾ മലയുടെ താഴത്തേക്ക് എത്താനായിട്ട്. ഈ ഐലൻഡിലേക്കുള്ള എൻട്രിയിൽ തന്നെയാണ് ഈ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഞങ്ങളുടെ ടിക്കറ്റ് എല്ലാം നേരത്തെ തന്നെ ഗൈഡ് വാങ്ങിയായിരുന്നു. കാരണം ഞങ്ങൾക്ക് അവിടെ നിന്ന് സമയം കളയേണ്ടി വന്നില്ല. ചെറിയൊരു ട്രക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലേക്കിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട്. അധികം ദൂരമൊന്നും ഇല്ലെങ്കിലും നമ്മളെ ചെറുതായിട്ടൊന്ന് വേർപ്പിക്കാവുന്ന ഒരു ചെറിയ കയറ്റവും അതുപോലെ തന്നെ ട്രക്കൊക്കെയാണിത്. മലയുടെ മേലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രണ്ടിലേക്ക് നടന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന പ്ലാറ്റ്ഫോമുകളൊക്കെ പണിതിട്ട് ആളുകൾക്ക് നീന്താനായിട്ടുള്ള സ്ഥലം സെപ്പറേറ്റ് ചെയ്തിട്ടേക്കാണ് ഇവിടെ. നീന്തണം എന്നുള്ളവർക്ക് ഇവിടെ ജാക്കറ്റുകളും അതുപോലെ തന്നെ ചേഞ്ചിങ് റൂമുകളൊക്കെ ഉണ്ട് ഇവിടെ. നീന്താൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇവിടുത്തെ കയാക്കിംഗ് ആക്ടിവിറ്റി എടുക്കാം. ഞങ്ങൾ എന്തായാലും ഒന്ന് കയാക്കിംഗ് ചെയ്യാൻ തീരുമാനിച്ചേക്കാണ്. ഈ കയാക്കിംഗ് നമ്മുടെ ടൂർ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യമല്ല. ഞങ്ങളധികം വൈകാണ്ട് തന്നെ ലൈഫ് ജാക്കറ്റും വാങ്ങി കയാക്കിൽ കയറി ഞങ്ങളുടെ പരിപാടി തുടങ്ങി. ഇതിനു മുമ്പ് ഏകദേശം 10-12 വർഷം മുമ്പാണ് ഞാൻ കയാക്കിംഗ് ചെയ്തേക്കണത് തന്നെ. രാവിലെ തന്നെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് പൊള്ളിക്കണ ചൂടാണ് ഇവിടെ. മുപ്പത് മിനിറ്റാണ് ഈ ഒരു കയാക്കിംഗ് സെഷൻ്റെ സമയം. വർഷങ്ങൾക്ക് ശേഷം ഇതിലേക്ക് കയറിയതും കൊണ്ട് ഇത് തുഴയാനായിട്ട് വലിയ പിടുത്തമില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളത്. സൈഡിലേക്ക് അല്ല ഒന്ന് ഇത് തലയൊന്ന് ഇതാക്കി.
പിന്നെ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ് ആകെയുള്ളൊരു ആശ്വാസം. ഞങ്ങളിതെന്തായാലും ചെറുതായിട്ടൊന്ന് ശരിയാവണത് വരെ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് തന്നെ തുഴഞ്ഞുകൊണ്ട് നിൽക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തേക്കണത്. ഏകദേശം ഒരു 10 മിനിറ്റത്തോളം ഇതായിട്ട് ഗുസ്തി പിടിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് കിട്ടിയേക്കണത്. ഞങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ നീന്താനായിട്ടുള്ള പ്ലാനും വെച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ അടുത്ത് തന്നെ നിൽക്കാറുണ്ട്. പകുതി പങ്കായം മാത്രം താഴ്ത്ത്. ഇനി എന്തായാലും ലേക്ക് ഒരു റൗണ്ട് കറങ്ങിക്കൊണ്ട് വരാനായിട്ടാണ് ഞങ്ങളുടെ പരിപാടി. രാവിലെ ആയതുകൊണ്ട് കാര്യമായിട്ടുള്ള തിരക്കൊന്നുമില്ല കേട്ടോ ഇവിടെ. കുറച്ച് പതുക്കെയാണെങ്കിലും ഏകദേശം അരമണിക്കൂറും കൊണ്ട് ഞങ്ങൾ ലേക്ക് ഒരു റൗണ്ട് അടിച്ചുകൊണ്ട് തിരിച്ച് പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തേക്ക് തന്നെ എത്തി. ഞങ്ങൾ കയാക്കിങ് കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും തിരിച്ചു പോയാലോ എന്നും പറഞ്ഞുകൊണ്ട് ഗൈഡ് പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കണ്ടായിരുന്നു. ഈ ട്രിപ്പിൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗിൾ വാച്ചിങ് ആണ്. ബോട്ട് ഇങ്ങോട്ട് എത്രയേക്കാലം മുമ്പ് തന്നെ ദൂരേന്ന് തന്നെ വലിയ പരുന്തുംകൂട്ടങ്ങളെ നമുക്കിവിടെ കാണാൻ പറ്റും. മാൻഗ്രോവ് ടൂറിന് പോയപ്പോൾ കണ്ട മാതിരിയത്തെ ഒരു പരുന്തുംകൂട്ടം അല്ലാട്ടത്. ഇവിടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 50ഓളം പരുന്തുകൾ ബോട്ടുകളുടെ ചുറ്റും പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ബോട്ട് ആ പരിസരത്തേക്ക് എത്തിയതോടുകൂടി ഗൈഡ് കുറച്ച് ഫീഡ് എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട്. ഭക്ഷണം കിട്ടുന്നുള്ളതും കൊണ്ടാണ് ഈ പരുന്തുകളെല്ലാം ഈ ബോട്ടുകളോട് ചേർന്ന് തന്നെ പറന്നുകൊണ്ടിരിക്കുന്നത്. ഈ വന്ന പരുന്തുകളുടെ കൂട്ടത്തിൽ മെയിനായിട്ടുള്ളത് ബ്രാഹ്മണി കൈറ്റും അതുപോലെ തന്നെ വൈറ്റ് ബെല്ലിഡ് സീ ഈഗിൾസും ആണ്. ഈ 2 സ്പീഷീസിനെ നമ്മുടെ നാട്ടിലും കണ്ടുവന്നതാണ് കേട്ടോ. ഈ ബ്രാഹ്മണി കൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കൃഷ്ണപരുന്താണ്. പുതിയതായിട്ട് ഓരോ ബോട്ടുകൾ വരുമ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് ഈറ്റങ്ങളെല്ലാം കൂടി പറന്നു ചെല്ലണത്. ബോട്ടുകൾ ഈ പരിസരത്തേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യണത് ഭക്ഷണം എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇടുന്ന പരിപാടിയാണ്. ടെലി ലെൻസ് എടുത്തില്ലല്ലോ എന്നുള്ള സങ്കടം വെച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടണത്. ഈ ടൂറിൻ്റെ അവസാനത്തെ പോയിന്റിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് എത്തുന്നത്. ഇതൊരു ബീച്ചും അതുപോലെ തന്നെ ഒരു സ്നോർക്ലിംഗ് ലൊക്കേഷനാണ് കേട്ടോ. പുലാവു സിംഗ ബസാർ എന്ന പേരുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേർക്ക് സ്നോർക്ലിംഗ് ചെയ്താൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ ടൂർ തിരഞ്ഞെടുത്തത് തന്നെ. ബോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത്യാവശ്യം നീട്ടുള്ളൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുമേ കൂടെ നടന്നു വേണം ഞങ്ങൾക്ക് ഈ ബീച്ചിലേക്ക് എത്താനായിട്ട്. ബീച്ചിലുള്ള കൗണ്ടറിൽ നിന്ന് ആവശ്യമുള്ളവർക്ക് സ്നോർക്ലിംഗ് എക്യുപ്മെൻറ്റ് വാങ്ങിയിട്ട് സ്നോർക്കിൾ ചെയ്യാമെന്നാണ് ഗൈഡ് പറഞ്ഞേക്കുന്നത്. കാര്യമായിട്ടുള്ള തിരക്കൊന്നുമില്ലാത്തൊരു ബീച്ചാണിത്.
കൂടെയുള്ളവരുടെ അടുത്ത് സ്നോർക്കലിങ്ങിന് ഇറങ്ങിയിട്ട് കാര്യമായിട്ടുള്ള മീനുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനും ജോയിൻ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ബീച്ചിലിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഉച്ച സമയമായതുകൊണ്ട് നല്ല പൊരിഞ്ഞ് വെയിലത്ത് വേണം വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട്. അതുകൊണ്ടാണ് ഞാനൊന്ന് പിൻവലിഞ്ഞ് ബീച്ചിൽ തന്നെ ഇരിക്കാതെ തീരുമാനിച്ചേക്കണത്. പിന്നെ കാര്യമായിട്ടുള്ള മീനുകളെയൊന്നും കാണാൻ പറ്റില്ല എന്നാണ് സ്നോർക്കലിങ്ങിന് ഇറങ്ങിയ സുഹൃത്തുക്കളും വിളിച്ചു പറയണത്. കുറച്ചു നേരം കഴിഞ്ഞതോടുകൂടി വേറെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ബോട്ടും കൂടി ഞങ്ങളുടെ ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തി. ഏകദേശം 2 മണിക്കൂർ സമയമാണ് നമുക്കിവിടെ ബീച്ചിൽ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളത്. ഈ ബീച്ചിനോട് ചേർന്ന് പാരാസെയിലിംഗ് ആക്ടിവിറ്റീസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാരാസെയിലിങ്ങിന് താല്പര്യമുള്ള ആളുകൾ ഇവർ നമ്മുടെ ബോട്ട് അടുപ്പിച്ചേക്കണ ജെട്ടിയിൽ നിന്ന് ഇവരുടെ ബോട്ടിൽ കയറ്റി കൊണ്ടുപോകും. ഒന്നോ രണ്ടോ റൗണ്ട് കറക്കി കഴിഞ്ഞിട്ട് തിരിച്ച് ഈ ജെട്ടി തന്നെ കൊണ്ടത് വിടുകയും ചെയ്യും. ബീച്ചിലിരുന്ന് 2 മണിക്കൂർ എങ്ങനെ പോയെന്ന് മനസ്സിലാവണില്ല. ഗൈഡ് വന്ന് വിളിച്ചതോടുകൂടി ഞങ്ങളെല്ലാവരും ബോട്ടിൽ കയറി തിരിച്ച് ലങ്കാവിയിലേക്ക് പുറപ്പെട്ടു. ടൂർ കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാണ്ടിരുന്നത് കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിൽ പോയി കിടന്നു കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ഞങ്ങൾ ചെനാങ് ബീച്ചിൻ്റെ അടുത്തേക്ക് ഇറങ്ങിയത്. ഈ ബീച്ച് ഏരിയനോട് ചേർന്നിട്ടുള്ള കടകളെല്ലാം ടൂറിസ്റ്റുകൾ ഉദ്ദേശിച്ചിട്ട് മാത്രമുള്ളതാണ് കേട്ടോ. ടൂറിസ്റ്റുകൾക്ക് പറ്റിയ ഡ്രസ്സുകളും ടൂർ ഏജൻസീസും സുവനിയേഴ്സും അതുപോലെ തന്നെ കുറേ അധികം റെസ്റ്റോറൻറ്റും എല്ലാം ഉള്ളൊരു ഏരിയയാണിത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ലങ്കാവി ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾക്ക് പേര് കേട്ടതാണ് കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ ബീച്ചിൻ്റെ പരിസരത്തൊക്കെ കറങ്ങിയിട്ട് ഇന്നത്തെ ദിവസം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്.